പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ആനുവൽ ഇവാലുവേഷൻ 2024-25 മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നമുക്കറിയാം മക്കൾക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ലിസൺ ആൻഡ് ആൻസർ. ഹാവ് യു ലിസൺ ടു ദ സ്റ്റോറി? നിങ്ങൾക്ക് ടീച്ചർ ഒരു സ്റ്റോറി പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ? നിങ്ങളത് നന്നായി ലിസൺ ചെയ്ത് ഇതിൻ്റെ താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ടീച്ചർ സ്റ്റോറി നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടാവും അല്ലേ? ഇനി അത് സംബന്ധിച്ചിട്ടുള്ള ചോദ്യം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ. നൗ റീഡ് ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദം. താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസർ എഴുതുക. മനു ലോസ്റ്റ് ഹിസ് കൈറ്റ് ബിക്കോസ് എന്തായിരിക്കും? ദ കൈറ്റ് ഇൻ വാസ് ബ്രോക്കൺ. എന്തായിരിക്കും? ദ കൈറ്റ് എന്തായിരിക്കും? ദ കൈറ്റ് ലൈൻ വാസ് ബ്രോക്കൺ. ഇതാണ് അതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. മനു ലോസ്റ്റ് ഹിസ് കൈറ്റ് ബിക്കോസ് ദ കൈറ്റ് ലൈൻ വാസ് ബ്രോക്കൺ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഹെൽപ്ഡ് മനു ടു ഗെറ്റ് ഹിസ് കൈറ്റ് ബാക്ക്? ആരാണ് മനുവിനെ ഹെൽപ്പ് ചെയ്തത്? ടു ഗെറ്റ് ഹിസ് കൈറ്റ് ബാക്ക്, അവൻ്റെ കൈറ്റ് തിരിച്ചെടുക്കാൻ ഹെൽപ്പ് ചെയ്തത് ആരാണ്? റാബിറ്റ്, ഫ്രോഗ്, ചിന്നു, ദ ക്രോ, സ്ക്യൂരൽ. ആരാണ്? ചിന്നു ദ ക്രോ. ചിന്നു എന്ന് പറയുന്ന ആ ക്രോയാണ് എന്ത് ചെയ്തത്? ഹെൽപ്പ് ചെയ്തത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, where did Manu find his kite? മനു എവിടെയാണ് അവന്റെ കൈറ്റ് കണ്ടത്? നിങ്ങൾക്ക് ഈ പിക്ചറിൽ നിന്ന് തന്നെ കണ്ടിട്ട് എടുത്ത് എഴുതാം അല്ലേ? ആരാണ് എവിടെയാണ് കണ്ടത്? നിയർ ദ പാർക്ക്, ഇൻ ദ റിവർ, ഓൺ ദ ട്രീ, ഇൻ ദ ഹൗസ്. എവിടെയായിരിക്കും? ഓൺ ദ ട്രീ. സി ആണ് ശരിയായ ഉത്തരം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിഡ് മനു സീ ഇൻ ദ വാട്ടർ? വാട്ട് ഡിഡ് മനു സീ ഇൻ ദ വാട്ടർ? മനു എന്താണ് വാട്ടറിൽ കണ്ടത്? എന്തായിരിക്കും കണ്ടത്? എ ഫിഷ്. ഫിഷിനെയാണോ കണ്ടത്? ദ റിഫ്ലക്ഷൻ ഓഫ് ഹിസ് കൈറ്റ്. അവന്റെ കൈറ്റിന്റെ അതേ റിഫ്ലക്ഷൻ തന്നെയാണോ കണ്ടത്? ദ റിഫ്ലക്ഷൻ ഓഫ് ദ ക്രോ. ക്രോന്റെ റിഫ്ലക്ഷൻ ആണോ കണ്ടേ? അതോ ട്രീ ആണോ കണ്ടേ? ഏതിനെ കണ്ടേ? ദ റിഫ്ലക്ഷൻ ഓഫ് ഹിസ് കൈറ്റ്. അവന്റെ ആ കൈറ്റിന്റെ, അതായത് അവന്റെ ആ പട്ടത്തിന്റെ പ്രതിബിംബത്തെയാണ് അല്ലെ, ആ പട്ടത്തെ തന്നെയാണ് എന്ത് ചെയ്തത്? അവനെ വെള്ളത്തില് കണ്ടത്. അറ്റ് ദ എൻഡ് മനു വാസ് ഹാപ്പി ബിക്കോസ് എന്തുകൊണ്ടായിരിക്കും? അവന് ലാസ്റ്റ് അവന് ഹാപ്പി ആയി. എന്തുകൊണ്ടായിരിക്കും? ഹി സോ ചിന്നു. അവൻ ചിന്നുവിനെ കണ്ടത് കൊണ്ടാണോ? ഹി ഗോട്ട് ഹിസ് കൈറ്റ് ബാക്ക്. അവന്റെ കൈറ്റ് അവന് തിരിച്ച് കിട്ടിയത് കൊണ്ടാണോ? ഹി സോ ദ റിഫ്ലക്ഷൻ ഓഫ് ദ കൈറ്റ്. അവൻ ആ കൈറ്റിന്റെ റിഫ്ലക്ഷൻ കണ്ടത് കൊണ്ടാണോ? ഹി സോ ദ കൈറ്റ് ഓൺ ദ ട്രീ. അവൻ ആ കൈറ്റ് ട്രീയിൽ ഇരിക്കുന്നത് കണ്ടത് കൊണ്ടായിരിക്കും. എന്തുകൊണ്ടായിരിക്കും അവൻ ഹാപ്പി ചെയ്ത്? ഹി ഗോട്ട് ഹിസ് കൈറ്റ് ബാക്ക് അല്ലേ? അവന് തിരിച്ചു കിട്ടി അവന്റെ കൈറ്റ്. അതുകൊണ്ടാണ് അവൻ ഹാപ്പി ആയത്. ആക്ടിവിറ്റി 2 നോക്കൂ മക്കളെ. ഇതേപോലെ ഇത്രയും നേരം നിങ്ങൾ ലിസൺ ചെയ്തിട്ട് ആൻസർ ചെയ്യുകയായിരുന്നു. ഇനി നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? റീഡ് ആൻഡ് റൈറ്റ്. താഴെയുള്ള റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ. സ്റ്റോറി നിങ്ങൾ തന്നെ വായിച്ചിട്ട് എന്ത് ചെയ്യണം? താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഫാർമേഴ്സ് ഗിഫ്റ്റ്. എന്താണ്? ദ ഫാർമേഴ്സ് ഗിഫ്റ്റ്, അതാണ് ഹെഡിങ്. ദ കിങ് ഗിഫ്റ്റഡ് ദ ഫാർമർ മെനി ഗോൾഡ് കോയിൻ. കിങ് എന്ത് ചെയ്തു? ഫാർമറിന് ഒരുപാട് ഗോൾഡ് കോയിൻസ് കൊടുത്തു. ദ ഫാർമർ വെൻ ഹോം വിത്ത് ദ ഗോൾഡ് കോയിൻസ് ഹി വാസ് വെരി ഹാപ്പി. എന്താണ്? ആ ഗോൾഡ് കോയിൻ കൊണ്ട് ഫാർമർ എവിടെ എത്തി? വീട്ടിലേക്ക് എത്തി. ഹി വാസ് വെരി ഹാപ്പി. അവൻ വളരെ അധികം ഹാപ്പി ആയിരുന്നു. ഹിസ് വൈഫ് സോ ദ ഗോൾഡ് കോയിൻസ് ആൻഡ് ആസ്ക്ഡ്. അവന്റെ വൈഫ് ഗോൾഡ് കോയിൻ കണ്ടിട്ട് എന്ത് ചെയ്തു? അവനോട് ചോദിച്ചു, where did you get all this coin from? നിങ്ങൾക്ക് ഈ കോയിൻസ് എവിടെ നിന്നാണ് കിട്ടിയത്? the farmer said. ഫാർമർ പറഞ്ഞു, the king gave me these coins. He liked my honesty. എനിക്കിത് ആര് തന്നതാണ്? രാജാവ് തന്നതാണ്. He liked my honesty. അദ്ദേഹത്തിന് എൻ്റെ ഹോണസ്റ്റി ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം എനിക്ക് തന്നതാണ്. The farmer and his wife decided to share the coins with their friends and neighbors. ഫാർമറും അവരുടെ വൈഫും കൂടെ കൂടിയിട്ട് എന്ത് തീരുമാനിച്ചു? ഈ കിട്ടിയ കോയിൻസ് ഒക്കെ
അവന്റെ ഫ്രണ്ട്സിനും നെയ്ബേഴ്സിനും അയൽവക്കത്തുള്ളവർക്കൊക്കെ എന്താണ് ഷെയർ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. എവരി വൺ വാസ് ഹാപ്പി. എല്ലാവരും എന്തായി ഹാപ്പിയായി. യു ആർ സോ കൈൻഡ് വൺ ഓഫ് ഹിസ് നെയ്ബേഴ്സ്. അവരുടെ ഒരു നെയ്ബർ പറഞ്ഞു, യു ആർ സോ കൈൻഡ്, നീ എത്ര കൈൻഡ് ആണ്, ദയുള്ളവനാണ്. ദ ഫാർമർ സ്മൈൽഡ് ആൻഡ് സെഡ്, ഐ ആം ഹാപ്പി ടു ഷെയർ ദ കോയിൻസ്. അപ്പൊ ഫാർമർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ്, ഞാൻ ഈ കോയിൻസ് ഷെയർ ചെയ്തതിൽ എനിക്ക് എന്താണ് വളരെയധികം ഹാപ്പിയാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Now answer the question. Who gave the gold coins to the farmer? ഫാർമർക്ക് ആരാണ് ഗോൾഡ് കോയിൻ നൽകിയത്? ദ കിങ്. ആരാണ്? ദ കിങ് ആണ് അല്ലെ, രാജാവാണ് കൊടുത്തത്. Pick out the word that means truthfulness. ട്രൂത്ത്ഫുൾനെസ്സിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? അവൻ പറയുന്നുണ്ട്, എന്താണ്, എന്റെ എന്തിനുള്ള സമ്മാനമായിട്ടാണ് അദ്ദേഹം തന്നത്? ലൈക്ക് മൈ ഹോണസ്റ്റി, ട്രൂത്ത്ഫുൾ, സത്യസന്ധത, അല്ലെങ്കിൽ അല്ലെ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏത് വാക്കാണ്? ഹോണസ്റ്റി. ട്രൂത്ത്ഫുൾനെസ് എന്നുള്ളതിന് ഇവിടെ പിക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന വേർഡ് ഏതാണ്? ഹോണസ്റ്റി അല്ലേ. നെക്സ്റ്റ്, what did the farmer and his wife decide to do with the gold coin? ഗോൾഡ് കോയിൻ എന്ത് ചെയ്യാനാണ് അവന്റെ വൈഫും അവനും തീരുമാനിച്ചത്, ഫാർമറും തീരുമാനിച്ചത്? ടു കീപ് ദം ഓൾ, സൂക്ഷിച്ചു വെക്കാനാണോ? ടു ഷെയർ ദം വിത്ത് ഫ്രണ്ട്സ് ആൻഡ് നെയ്ബേഴ്സ്. അതെ, അതാണല്ലേ. അവൻ എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചേ? ടു ഷെയർ ദം വിത്ത് ഫ്രണ്ട്സ് ആൻഡ് നെയ്ബേഴ്സ്. ഫ്രണ്ട്സിനും നെയ്ബേഴ്സിനും അത് ഷെയർ ചെയ്യാനായിട്ടാണ് അവർ തീരുമാനിച്ചത്. യു ആർ സോ കൈൻഡ്. ഹൂ സെഡ് ദിസ്? നീ എന്താണ് വളരെ കൈൻഡ് ആണ് അല്ലേ. ഹൂ സെഡ് ദിസ്? ഇത് ആരാണ് പറഞ്ഞത്? ഫാർമറിന്റെ വൈഫാണോ? ദ ഫാർമേഴ്സ് നെയ്ബർ, ദ ഫാർമേഴ്സ് ഫ്രണ്ട്, ദ കിങ്. ആരായിരുന്നു അങ്ങനെ പറഞ്ഞത്? ദ ഫാർമേഴ്സ് നെയ്ബർ. ഫാർമറിന്റെ ഒരു അയൽപക്കത്തുള്ള അല്ലേ, തൊട്ടടുത്തുള്ള ഒരാളാണ് എന്ത് പറഞ്ഞത്? യു ആർ സോ കൈൻഡ് എന്ന് പറഞ്ഞത്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, what did the farmer say when his neighbor praised him? What did the farmer say when his neighbor praised him? ഫാർമർ നെയ്ബർ അങ്ങനെ പറഞ്ഞപ്പോ ഫാർമർ എന്താ പറഞ്ഞത്? ഐ ആം ഹാപ്പി ടു ഷെയർ ദ കോയിൻസ്. എനിക്ക് ഐ ആം ഹാപ്പി ടു ഷെയർ ദ കോയിൻസ് അല്ലേ. മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം മക്കളെ. കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Dorothy and her dog Toto have just arrived in the land of Oz after a big storm. Now they are visiting the Wizards of Oz to ask for his help for going back home. ഡൊറോത്തി നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അല്ലെ. ഡൊറോത്തി മറ്റേ വിസാർഡ് ഓഫ് ഓസിന്റെ അവിടെ എത്തിയതും ആ കൊടുങ്കാറ്റൊക്കെ ഉണ്ടായി, വലിയ കാറ്റൊക്കെ ഉണ്ടായി, അവള് അവിടെ എത്തിയ കഥയൊക്കെ അറിയാലോ അല്ലെ. അപ്പോൾ അവിടെ ചെന്ന് അതിന് ശേഷമൊക്കെ വിസാർഡ് ഓഫ് ഓസിനോട് തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പോരാൻ വേണ്ടി ഹെൽപ്പ് ചോദിക്കുകയാണ് അവള്. അപ്പോൾ അതിനെ കുറിച്ചൊരു കോൺവെർസേഷൻ എഴുതാനാണ് പറയുന്നത്. വിസാർഡ് ഓസ് പറയാണ്, എന്താണ്, വെൽക്കം, വെൽ ഡൺ ഡൊറോത്തി, യു സേവ് ദ മച്കിൻസ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? അപ്പൊ വിസാർഡ് ഓഫ് ഓസ് പറയാണ്, വെൽ ഡൺ ഡൊറോത്തി, നീ ഞങ്ങളെ എന്താണ് ആ മച്കിനിൽ നിന്ന് എന്ത് ചെയ്തു? ഹെൽപ്പ് ചെയ്തു. ആ ദുഷ്ടനായ വ്യക്തിയിൽ നിന്ന് നീ ഹെൽപ്പ് ചെയ്തു. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഞങ്ങൾ നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. അപ്പൊ ഡൊറോത്തി എന്തായിരിക്കും പറയണ്ടാവുക? അവളുടെ ആവശ്യം തന്നെ എന്താണ്? അവൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയാനാണ് അല്ലേ. അപ്പൊ ഡൊറോത്തി പറയണേ, ക്യാൻ യു ഹെൽപ്പ് മീ ടു ഗോ ഹോം? ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ നീ എനിക്ക് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കണം. അപ്പൊ വിസാർഡ് ഓഫ് ഓസ് ഷുവർ, നിനക്ക് സഹായിക്കാം, ബട്ട് യു ക്യാൻ സ്റ്റേ ഹിയർ, പക്ഷെ നിനക്ക് എന്താണ് ഇവിടെ നിൽക്കാലോ, അപ്പൊ ഞങ്ങൾ നിനക്ക് വേണ്ടതൊക്കെ തരാമെന്ന് പറയണം. അപ്പൊ ഡൊറോത്തി എന്താ പറഞ്ഞു? വി ലൈക്ക് അവർ ഹോം ബെറ്റർ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടാണ് വേണ്ടത് അല്ലേ, ഇഷ്ടം. അപ്പൊ വിസാർഡ് പറയണ്ട, ഓക്കെ ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ ഡൊറോത്തി എന്താ പറയാ? താങ്ക് യു, നന്ദി എന്ന് പറയാം. ഇനി നാലാമത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ഒരു സ്ലോഗൻ എഴുതാനാണ് പറഞ്ഞേക്കണത്. എവറി ഇയർ 23rd April ഈസ് സെലിബ്രേറ്റഡ് ആസ് ദ വേൾഡ് ബുക്ക് ഡേ. മക്കൾക്ക് അറിയായിരിക്കും, ഏപ്രിൽ 23 നമ്മൾ വേൾഡ് ബുക്ക് ഡേ, പുസ്തക ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പൊ പ്രിപ്പയർ 2 സ്ലോഗൻസ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബുക്സ് ആൻഡ് റീഡിങ്. ബുക്സ് ആൻഡ് റീഡിങ്ങിനെ കുറിച്ച് ഒരു സ്ലോഗൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ എഴുതാം? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെയൊക്കെ എഴുതാം കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1 ബുക്ക്, 1 പെൻ, 1 ചൈൽഡ് ആൻഡ് 1 ടീച്ചർ ആൻഡ് ചേഞ്ച് ദ വേൾഡ്. ഒരു ബുക്ക്, ഒരു പേന, ഒരു കുട്ടി ആൻഡ് ഒരു ടീച്ചർ ആൻഡ് ചേഞ്ച് ദ വേൾഡ്. ലോകം മാറും അല്ലേ. ടുഡേ എ റീഡർ, ടുമോറോ എ ലീഡർ. ഇന്ന് വായിക്കുന്നവനാണ് നാളത്തെ
ലീഡർ, നേതാവ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതുപോലെ 2 സ്ലോഗൻസ് എഴുതാം. നെക്സ്റ്റ് കംപ്ലീറ്റ് ദ സോങ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ദൊറോത്തി ആൻഡ് ടോട്ടോ വെർ ഫ്ലൈയിങ് ബാക്ക് ഹോം, ദർ വെർ ഹാപ്പി, ദൊറോത്തി സ്റ്റാർട്ടഡ് സിംഗ് എ സോങ്, ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. നിങ്ങൾക്ക് കൂടുതൽ ആ സോങ്ങിൽ ഇവിടെ തന്നിട്ട് ഓവർ ദ ഹിൽസ് വി ഫ്ലൈ ലൈക്ക് പ്ലെയിൻസ്, ഗോയിങ് ബാക്ക് ടു സീ അവർ പ്ലേസ് വി ഫീൽ സോ ഹാപ്പി, ഓ സിംഗ് വിത്ത് അസ് ലാ ലാ ലാ. പിന്നെ അവൾ എന്തൊക്കെ ഇട്ട് ഓവർ ഹിൽസിലൂടെ പറന്നു, പിന്നെ വേറെ എവിടെയോ സ്കൈയിലൂടെയോ ക്ലൗഡി കൂടെയൊക്കെ പറന്നു എന്നൊക്കെ എഴുതാം. ഓവർ ദ എന്താണ് ഓവർ ദ ട്രീ വി ഫ്ലൈ ലൈക്ക് എ ബേർഡ്, ഓവർ ദ ട്രീ വി ഫ്ലൈ ലൈക്ക് എ ബേർഡ്, ഗോയിങ് ബാക്ക് ടു സീ അവർ പ്ലേസ് വി ഫീൽ സോ ഹാപ്പി, ഓ ഹാ 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 സിംഗ് വിത്ത് അസ് ലാ ലാ ലാ. അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതുക. പിന്നെ എഴുതാം ഓവർ ദ എന്താണ് ക്ലൗഡ്സ് വി ഫ്ലൈ ലൈക്ക് എ മൂണോ എന്തെങ്കിലുമൊക്കെ എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ലൈൻസ് കൂടുതൽ കൂട്ടിച്ചേർത്ത് എഴുതുക. നെക്സ്റ്റ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ദ വേർഡ് വെബ്. ഈ വേർഡ് വെബ് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ജോബ്സും ടൂൾസും കുറച്ച് ജോലികളിലും അതിനെ സംബന്ധിച്ച ടൂൾസ് നിന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് എഴുതുക. ഫസ്റ്റ് ഒരു ബോർഡിന്റെ ആണ് കാണിക്കുന്നത്, അതാരാണ്? ടീച്ചർ. അടുത്തത് ഒരു ചിറ്റിക, ഇതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതെന്താണ്? കാർപ്പൻ്റർ. എന്താണ്? കാർപ്പൻ്റർ. ഉളിയില്ലേ ഇങ്ങനെ മരത്തിൽ, കാർപ്പൻ്റർ. അടുത്തത് അതാണ് ഡോക്ടറിന്റെ ആണ് കാണിച്ചിരിക്കുന്നത്. അടുത്തതാണ് ഡോക്ടർ. നെക്സ്റ്റ് വൺ എന്താണ്? ബ്രഷും പെയിന്റ് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്, പെയിന്റർ. അടുത്തത് എന്താണ്? ചൂലും ഇതൊക്കെ അല്ലേ, സ്വീപ്പർ. അടുത്തൊരു കാറിന്റെ അപ്പൊ അതായതായിരിക്കും ജോലി, ഡ്രൈവർ. അപ്പോൾ ഇത്രയൊക്കെയാണ് മക്കളെ നിങ്ങളുടെ ആൻസർ കീ ഉള്ളത്. അപ്പോൾ മക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായി ചാനൽ കാണുകയാണെന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.